ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ മധുരമൂറും സമ്മാനം 1000 കിലോ ഹരിഭഗമാങ്ങ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പശ്ചിമ ബംഗാൾ ത്രിപുര മുഖ്യമന്ത്രിമാർക്കും ഡൽഹിയിലെ ഉന്നത നേതാക്കൾക്കുമാണ് സമ്മാനമായി മാങ്ങ അയച്ചിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല ധാക്കയിൽ നിന്നും ഡൽഹിയിലേക്ക് മാങ്ങ കൊടുത്തുവിടുന്നത്. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും അയലത്തെ സുഹൃത്തിന് മാങ്ങ അയക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് അയച്ചത് മുഹമ്മദ് യൂനിസ് ആയതാണ് ഇത്രമാത്രം അതിശയോക്തി. പഴയ സർക്കാർ തുടർന്നു പോകുന്ന ആചാരം തുടർന്നതാണോ, അതോ ഇന്ത്യയോടുള്ള മൃദു സമീപനത്തെ തുറന്നു കാട്ടുകയാണോ ഈ മാംഗോ ഡിപ്ലോമസിയിലൂടെ ബംഗ്ലാദേശ്? ഇന്ത്യയുമായി സൗഹൃദം തുടർന്നു പോകാനാണ് താല്പര്യമെന്ന് ബംഗ്ലാദേശ് ഇടയ്ക്കിടെ പറയുമ്പോഴും പ്രവർത്തികളിൽ അത് പ്രകടമല്ല. ഇന്ത്യക്കും ബംഗ്ലാദേശിനും കുറുകെയുള്ള ചുവപ്പ് വര ഇപ്പോഴുമുണ്ട്. യൂനിസിന്റെ മാംഗോ ഡിപ്ലോമസി ഫലം കാണുമോ? ബംഗ്ലാദേശിന്റെ ഈ സ്വീറ്റ് നീക്കത്തിന് പിന്നിൽ എന്തായിരിക്കാം? പരിശോധിക്കാം. ജനങ്ങളുടെ പ്രതിഷേധത്തിന് പിന്നാലെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഷെയ്ഖ് ഹസീന രാജിവെക്കുന്നത്. രാജ്യത്ത് നിന്നും പലായനം ചെയ്ത് നേരെ എത്തിയതാകട്ടെ ഇന്ത്യയിലും. ലണ്ടനിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും രാഷ്ട്രീയ അഭയം നൽകാനാകില്ലെന്ന് അറിയിച്ചതോടെ ഇന്ത്യയിൽ തുടരുകയായിരുന്ന ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി യൂനിസ് ഭരണകൂടം നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യ തയ്യാറായില്ല. ചിക്കൻ നെക്ക് ഇടനാഴി ഭീഷണിയും ബംഗ്ലാദേശ് മന്ത്രിസഭയിലെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളും ചൈന പ്രീണന നയവും ഉൾപ്പെടെയുള്ളവ ഇക്കാലയളവിൽ കടന്നുപോയി. അപ്പോഴും ഇന്ത്യയെ അങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ധാക്കയ്ക്കാകുമായിരുന്നില്ല. ബംഗ്ലാദേശുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യ രാജ്യം തങ്ങളുടെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചില്ലറയല്ലെന്ന് നൊബേൽ സമ്മാന ജേതാവ് കൂടിയായ ഡോക്ടർ മുഹമ്മദ് യൂനിസിന് നന്നായിട്ടറിയാം. ഇക്കഴിഞ്ഞ ജൂണിലെ ബലിപെരുന്നാൾ ദിനത്തിൽ ഈ ആശംസകൾ കൈമാറിക്കൊണ്ട് ഇരു രാജ്യത്തെ ഭരണത്തലവന്മാർ കത്തുകൾ കൈമാറിയപ്പോൾ സംഘർഷം അയഞ്ഞു തുടങ്ങിയെന്ന് തോന്നിപ്പിച്ചു. പിന്നാലെ ഇതാ ധാക്കയിൽ നിന്നും മാങ്ങയും കൊടുത്തയച്ചിരിക്കുന്നു. 2024 ഓഗസ്റ്റിൽ ഹസീനയുടെ പഠനത്തിനു ശേഷം ഉടലെടുത്ത ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളിലെ സൗഹാർദ്ദത്തെ സൂചിപ്പിക്കാനാണ് യൂനിസിന്റെ ഈ നീക്കം ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വിദേശ നിരീക്ഷകർ പറയുന്നു. അതേസമയം തന്നെ ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന ബംഗ്ലാദേശിന്റെ ന്യായമായ ആവശ്യം ഇന്ത്യ വിസമ്മതിക്കുകയാണെന്നും വിമർശിച്ചുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് യൂനിസിന്റെ പ്രസ് സെക്രട്ടറി രംഗത്ത് വന്നു. യൂനിസ് ഭരണകൂടവുമായി സമവായത്തിന് ഇന്ത്യ തയ്യാറാണ്, പക്ഷേ അതിന് ബംഗ്ലാദേശ് തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാന കാര്യം. ചർച്ചയിലൂടെ സമവായത്തിൽ എത്താത്തിടത്തോളം മാംഗോ ഡിപ്ലോമസി കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടാകില്ല. സ്വന്തം രാഷ്ട്രീയ അജണ്ട പരിഹരിക്കുന്നതിനൊപ്പം ഇന്ത്യയുമായി സൗഹാർദ്ദം നിലനിർത്താനാണ് ബംഗ്ലാദേശ് ലക്ഷ്യം വെക്കുന്നത്. വ്യാപാര മാർഗങ്ങൾ, ഊർജ്ജ വിതരണങ്ങൾ, സ്റ്റീൽ, ഇലക്ട്രോണിക്സ്, പെട്രോളിയം തുടങ്ങിയ പ്രധാന ഇറക്കുമതികൾ എന്നിവയ്ക്കായി ബംഗ്ലാദേശ് ഇന്ത്യയെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. അതിനാൽ തന്നെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ച് വസ്ത്ര കയറ്റുമതിയെ അത് സാരമായി ബാധിച്ചേക്കാം. എന്നിരുന്നാലും ചൈനയുമായും പാകിസ്ഥാനുമായും ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെയും ഹസീനയെ കൈമാറാനുള്ള സമ്മർദ്ദം ഒരു രാഷ്ട്രീയ സൂചനയായി ഉപയോഗിച്ചു യൂനിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യയുമായി അകലം പാലിച്ചു. മുഹമ്മദ് യൂനിസിന്റെ ഇന്ത്യയോടുള്ള നിലപാട് വെറും രാജ്യതാൽപര്യം മാത്രമോ, അതോ മറ്റു രാജ്യങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമോ എന്ന സംശയം പൊതുവേ ഉണ്ട്. ഇന്തോ ബർമ മേഖലയിലാണ് മാമ്പഴങ്ങളുടെ പറുദീസ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പണ്ട് മുതലേ നയതന്ത്രത്തിന്റെ ഭാഗമാണ് മാമ്പഴം. സാമ്രാട്ടുകളും രാജാക്കന്മാരും പരസ്പരം മാമ്പഴങ്ങൾ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. 17ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി ഔറംഗസേബ് പേർഷ്യയിലെ ഷായ്ക്ക് മാങ്ങ അയക്കാറുണ്ടായിരുന്നു. ഔറംഗസേബും അയൽ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ആയുധമായി മാങ്ങ ഉപയോഗിക്കാറുണ്ട്. ഏഷ്യ ആഫ്രിക്കൻ സമ്മേളനത്തിൽ അൽഫോൺസ മാമ്പഴം ഹിന്ദുസ്ഥാനി സോഫ്റ്റ് പവറിന്റെ പ്രതീകമാക്കാൻ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നടത്തിയ ഇടപെടൽ ശ്രദ്ധേയമായിരുന്നു. നെഹ്റുവിന്റെ കാലത്ത് തന്നെയാണ് ഇന്ത്യയിലെത്തിയ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് മാങ്ങ സമ്മാനമായി നൽകി തുടങ്ങിയത്. 1968 മാവോ സേതൂങ്ങിന് പാകിസ്ഥാനും നൽകി മാമ്പഴം. 81 ഇന്ദിരാഗാന്ധിക്കും കൊടുത്തയച്ചിട്ടുണ്ട്. 2008 2010 അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെയും തേടി പാകിസ്ഥാനിൽ നിന്നും മാങ്ങകളെത്തി. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പാകിസ്ഥാൻ മാങ്ങ അയച്ചു നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദക്ഷിണേഷ്യയിലെ നയതന്ത്രത്തിൽ മാങ്ങ വഹിക്കുന്ന പങ്ക് ചില്ലറയല്ല. ഇന്ത്യയിലേക്ക് മാത്രമല്ല ഈ മാംഗോ ഗിഫ്റ്റ്, ചൈനയ്ക്കുള്ളത് എപ്പോഴേ ബെയ്ജിങ്ങിൽ എത്തിക്കഴിഞ്ഞു. ഈ വർഷം ഏപ്രിലിലെ ചൈന സന്ദർശന വേളയിൽ മാങ്ങ കൊടുത്തയക്കുമെന്ന് യൂനിസ് പറഞ്ഞിരുന്നു. തൊട്ടടുത്ത മാസം തന്നെ അദ്ദേഹം വാക്കുപാലിക്കുകയും ചെയ്തു.